വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗ്രാമ സഹവാസ പരിപാടി ക്യാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കാർഷിക കോളേജിലെ BSc അഗ്രികൾച്ചർ ബിരുദത്തിന്റെ ഭാഗമായി അവസാന 6 മാസം കുട്ടികൾക്ക് റാവെ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി നടത്തുന്നുണ്ട്. ഇതിൽ 15 മോഡ്യൂളുണ്ട്. അതിൽ അവസാനത്തെ മോഡ്യൂളാണ് ഗ്രാമ സഹവാസ പരിപാടി. ഈ വർഷത്തെ ഗ്രാമ സഹവാസ പരിപാടി നാം നടത്തുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ്. കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഗ്രാമീണർ അധികമുള്ള തേയിലത്തോട്ടങ്ങളും കുരുമുളകും ഏലവും കാപ്പിയും ധാരാളമായി വളരുന്ന ഉപ്പുതറ തന്നെ മനഃപൂർവ്വമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഗ്രാമ സഹവാസ പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതായത് കുട്ടികൾ കൂടുതൽ ഇവിടെ സമതല പ്രദേശങ്ങൾ ഉള്ള വിളകളായ നെല്ല്, അതുപോലെ തന്നെ പച്ചക്കറി, ഇവയിലാണ് കൂടുതൽ ഇവർക്ക് പരിചയം കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഹൈറേഞ്ചിൽ കാപ്പി, ഏലം, കുരുമുളക് തുടങ്ങിയ വിളകൾക്ക് കൂടി ഇവർക്കൊരു എക്സ്പോഷർ കൊടുക്കുന്നതിനാണ് ഞങ്ങൾ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു പഠന പദ്ധതിയാണ് റാവെ അഥവാ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം. കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ക്യാമ്പ് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ഗ്രാമത്തിലുള്ള സെയിന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ദിവസം നീണ്ടുനിന്നു. ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയായി വിഭാവനം ചെയ്തിട്ടുള്ള ഈ ക്യാമ്പിൽ കൂടുതൽ ഗ്രാമവാസികളെയും കർഷകരെയും തങ്ങളോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനികളുമായി 100ഓളം പേർ പങ്കെടുക്കുകയുണ്ടായി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ആത്മ ഇടുക്കിയും സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷൻ, കേരള കാർഷിക സർവകലാശാല എന്നിവയും സംയുക്തമായാണ് ഇവിടുത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. കാർഷിക രംഗത്തെ നൈപുണ്യ വികസനത്തിന് അനുയോജ്യമാകുന്ന വിധം തയ്യാറാക്കിയ ദൈനംദിന പ്രവർത്തന പരിപാടികളായ പഞ്ചായത്ത് തല ഗ്രാമ വിശകലനവും വാർഡ് തല ഗ്രാമ പങ്കാളിത്തവും ബേസ് ഫാമായ കോലാഹലമേട് സന്ദർശനവും അഗ്രി ക്ലിനിക്കും മണ്ണ് പരിശോധനാ സൌകര്യങ്ങളും കാർഷിക ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന മുഖാമുഖ പരിപാടിയും പച്ചക്കറിത്തോട്ടം സന്ദർശനവും ആദിവാസി കോളനിയായ മേമാരി സന്ദർശനവും കാർഷിക പ്രദർശനവും പ്രശ്നോത്തരിയും കാർഷിക വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും ഒട്ടേറെ ഗ്രാമീണരെയും കർഷകരെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഉപ്പുതറ ഗ്രാമത്തിന് കൃഷിരംഗത്തേക്ക് പ്രവേശിക്കുവാനായി കാത്തിരിക്കുന്ന ഒരു സംഘം യുവതീ-യുവാക്കളുടെ മനസ്സിലെ കൃഷി സിദ്ധാന്തങ്ങളെ പാടെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിരുന്നു. കുടിയേറ്റ ചരിത്രം കൈക്കൊണ്ട ഉപ്പുതറ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പാവപ്പെട്ട കർഷകർക്ക് മണ്ണിന്റെ മണവും അധ്വാനത്തിന്റെ വിയർപ്പും ഉൽപാദനത്തിന്റെ വിലയും മാത്രമേ അറിയൂ. ഇത്തരം കർഷകരുടെ മനസ്സിൽ പ്രത്യാശയുടെ മുകുളങ്ങൾ മുളപ്പിച്ചെടുക്കാനുള്ള കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ശ്രമങ്ങൾ പ്രവൃത്തി പരിചയ പരിപാടികളിലൂടെ പൂർത്തീകരിക്കാൻ സാധിച്ചു. റാവെ മുഖാന്തരമുള്ള ഗ്രാമസമ്പർക്ക പരിപാടികൾ കുട്ടികളിൽ നവീനങ്ങളായ നിരവധി കാർഷിക അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയും അവരുടെ കാർഷിക സങ്കല്പങ്ങളെ തന്നെ ഇളക്കിമറിക്കാൻ പോന്നതുമായിരുന്നു. ഡോക്ടർ ഗീതമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ വെറ്റിനറി ക്ലാസിൽ ധാരാളം ക്ഷീര കർഷകർ സംബന്ധിക്കുകയുണ്ടായി. മൃഗപരിപാലനത്തിനും ക്ഷീരവികസനത്തിനുമായി പാലിക്കേണ്ട ശാസ്ത്രീയ മുറകൾ കർഷകർക്ക് പുതിയ അറിവുകൾ പ്രദാനം ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? കോൺക്രീറ്റ് ആണെങ്കിലും പലകയാണെങ്കിലും കല്ലൊക്കെ ആണെങ്കിലും ഒക്കെ എന്താ സംഭവിക്കും? ചെറിയ ചെറിയ കുഴികൾ ചിലപ്പം തൊഴുത്തിനകത്ത് കാണുന്നതായിരിക്കും. മഴക്കാലമാകുമ്പോൾ എന്താണ്? നമുക്കിവിടെ ഹ്യൂമിഡിറ്റിയുടെയും അന്തരീക്ഷീർപ്പവും കൂടെ കൂടുതലായിട്ടുണ്ട്. ഒരിക്കലും തൊഴുത്ത് ഹൈറേഞ്ചിൽ ഉണങ്ങുകയില്ല മഴക്കാലത്ത്. കാർഷിക കോളേജിലെ കുട്ടികളുടെ വകയായി ഒരു അടുക്കളത്തോട്ടത്തിനുള്ള തുടക്കം സ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ചു.
ഇവിടെ കുട്ടികൾ തന്നെ നേരിട്ട് മണ്ണിളക്കി വിത്തുബെഡുകൾ തയ്യാറാക്കുകയും വിവിധങ്ങളായ പച്ചക്കറി വിത്തുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പാകുകയും ചെയ്തു. കോളേജിലെ അധ്യാപിക ശ്രീദയ ടീച്ചർ നേതൃത്വം വഹിച്ച പരിപാടിയിൽ ധാരാളം വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുകയുണ്ടായി. മുളക്, പയർ, പാവൽ, വഴുതിന എന്നിവയുടെ വിത്തുകളും തൈകളുമാണ് നടീലിനായി ഉപയോഗിച്ചത്. ഗ്രാമ സഹവാസ ക്യാമ്പിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി സ്കൂൾ പരിസരത്ത് തെങ്ങിൻ തൈകളും മാവിൻ തൈയും പപ്പായ തൈയും വികാരിയച്ഛനെ സാക്ഷിയാക്കി കുട്ടികൾ നേരിട്ട് നടുകയുണ്ടായി. ഈ ക്യാമ്പിന്റെ സ്മരണാർത്ഥം ഞങ്ങളുടെ കോളേജിലെ ഒരു ഹൈബ്രിഡ് തെങ്ങിൻ തൈ ഞങ്ങൾ ഇവിടെ നടുകയാണ്. 3 വർഷം കൊണ്ട് ഈ തെങ്ങ് കായ്ച്ച് നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ഒരു തണലായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്മരണാർത്ഥമാണ് ഈ തെങ്ങിൻ തൈ ഇവിടെ നടുന്നത്. അതുപോലെ നിങ്ങൾ കേട്ട് കാണും, ആലായാൽ തറ വേണം, അതുപോലെ സ്കൂളായാൽ കുട്ടികൾക്ക് ഒരു മാവ് വേണം, മാവിൽ കല്ലെറിഞ്ഞിടാൻ മാങ്ങ വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തന്നെ സ്പെഷ്യൽ വെറൈറ്റിയായ കോട്ടൂർക്കോണം ഗ്രാഫ്റ്റും ഈ സ്കൂളിൽ നടുകയാണ്. 3 വർഷം കഴിയുമ്പോൾ ഈ കോട്ടൂർക്കോണത്തിൽ നിന്ന് മാങ്ങ ഈ കുഞ്ഞുങ്ങൾ പറിച്ച് കഴിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ മാവ് നടുകയാണ്. ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനസ്സിലുദിച്ച ഒന്നായ പ്രേരണയുടെ ഭാഗമായി ഈ പ്രവൃത്തി നിലനിൽക്കുക തന്നെ ചെയ്യും. കർഷകർ നേരിടുന്ന വലിയ വെല്ലുവിളി രോഗകീടബാധകളാണ്. രോഗം വന്ന ചെടികളെ ശരിയായ പരിചരണം നൽകി രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രതിവിധികൾ യഥാവിധി കണ്ടെത്തുന്നതിനുള്ള അഗ്രോ ക്ലിനിക്കുകൾ ഉപ്പുതറ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചു. കൂടാതെ അധ്യാപകർ നേതൃത്വം നൽകിയ ക്ലാസുകളിൽ കർഷകരുടെ പല സംശയങ്ങൾക്കും നിവൃത്തി വരുത്തുകയുണ്ടായി. കുരുമുളകിലെ രോഗകീടബാധകളുടെ നിയന്ത്രണം, സസ്യങ്ങളിലെ പോഷകക്കുറവിന്റെ ലക്ഷണങ്ങൾ, സംരക്ഷിത കൃഷിരീതികൾ, ഏലത്തിന്റെ രോഗകീടബാധകൾ എന്നിവയെക്കുറിച്ച് കൃഷിശാസ്ത്രജ്ഞർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പങ്കാളിത്ത ഗ്രാമ വിശകലന പരിപാടിയിൽ എല്ലാ വാർഡ് മെമ്പർമാരും ഗ്രാമവാസികളും കർഷകരും ക്യാമ്പിൽ ഒത്തുചേരുകയും ഒരു പ്രകൃതി വിഭവ ഭൂപടം തയ്യാറാക്കുകയും ചെയ്തു. വെള്ളായണി കാർഷിക ഗവേഷണ കോളേജ് കഴിഞ്ഞ 10 ദിവസക്കാലമായി ഗ്രാമ സഹവാസ ക്യാമ്പ് നടത്തി വരികയുണ്ടായി. ഈ ക്യാമ്പ്
കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ മേഖലയായ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഏലം, തേയില അടങ്ങുന്ന നാനാ വിഭാഗത്തിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തപ്പെടുന്ന കൃഷി പുതിയ ഒരു ആവേശവും പുതിയൊരു ഉണർവും ഒട്ടനവധിയായിട്ടുള്ള സാധ്യതകളുമാണ് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമ്പ് നടത്തിയ വെള്ളായണി കാർഷിക കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കർഷകരുടെ ചുറ്റുപാടുകളും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളും നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള ഫലപ്രദ പരിപാടിയായിരുന്നു വാർഡ് തല പങ്കാളിത്ത ഗ്രാമ വിശകലന പദ്ധതി അഥവാ PRA. ഇതിലേക്കായി കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ വിന്യസിച്ച് കാർഷിക വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാതെ ഹരിതവന രീതികൾ സ്വീകരിച്ച് പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണവും നശീകരണവും തടയുന്നതിന് ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിച്ച് ശീലിക്കുകയും ജൈവ കൃഷികൾ സ്വന്തമായി തുടങ്ങുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കർഷകരിലും ഗ്രാമീണരിലും ബോധവൽക്കരണം നടത്തുകയുമുണ്ടായി. മാറിയ കൃഷിരീതികൾ ഉൾനാടൻ കർഷകരെ പരിചയപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയിലെ നൂതന അറിവുകൾ അവർക്ക് പ്രാപ്യമാക്കുന്നതിനും അവരനുഭവിക്കുന്ന ജലക്ഷാമം കൊണ്ടുള്ള നീർക്കെടുതികൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും രോഗകീടബാധകളെക്കുറിച്ച് നേരിട്ട് വിശകലനം ചെയ്യുന്നതിനും പഞ്ചായത്തിലെ പല ഭാഗത്തും കുട്ടികൾ എത്തുകയുണ്ടായി. മലയോര കർഷകരുടെ ആശങ്കയും വ്യാകുലതയും അകറ്റി അവരുമായി സൗഹൃദം പങ്കിടുന്നതിനുമായി കുട്ടികൾക്കായി ഒരുക്കിയ പച്ചക്കറിത്തോട്ട സന്ദർശനവും കർഷക ഭവന സന്ദർശനവും വേണ്ടുവോളം ഉപകരിച്ചു. ഈ മലയോര പ്രദേശം ഏകദേശം 134 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്ഥലവും അതോടൊപ്പം തന്നെ ഏതാണ്ട് 29,000 ആൾക്കാരും ജീവിക്കുന്ന ഒരു കർഷക ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ പ്രധാനമായിട്ടും ഒട്ടനവധി മഴയില്ലായ്മകൾ തുറന്നുള്ള പ്രശ്നങ്ങളും കാർഷിക വിളകളുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്താണ് വെള്ളായണി കാർഷിക ഏകദേശം 100ഓളം കുട്ടികൾ ഇവിടെ വന്ന് ഈ ഗ്രാമപഞ്ചായത്തിനെ സമഗ്രമായി പഠിക്കുകയും ആ പഠിച്ചതിന് ശേഷം ആ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുമെന്ന് കണ്ടുപിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കാനുമാണ് ശ്രമിച്ചത്. അതിൽ ഏകദേശം പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നം ഇവിടെ കഴിഞ്ഞ ഒരു 10 മാസമായിട്ട് മഴ ലഭ്യത കുറവായിരുന്നു. ആ ലഭ്യത കുറവായതിൻ്റെ കാരണങ്ങളും കൂട്ടത്തിൽ പഠിക്കാൻ സാധിച്ചു. ആ പഠിത്തത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഉപ്പുതറ പ്രദേശത്ത് ഏകദേശം 1900-1900 മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭൂരിഭാഗവും ഒഴുകി അറബിക്കടലിൽ ചെല്ലുന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയൊരു കാര്യം. അപ്പം അത് മാത്രമല്ല, ഈ മഴ ലഭിക്കുന്നത് ഇടവിട്ടുള്ള സമയങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ പോലും ഭൂമിയിൽ നിന്ന് ആഴ്ന്നിറങ്ങാനുള്ള സംവിധാനങ്ങൾ കുറവായത് കാരണം പെട്ടെന്ന് വരൾച്ചയിലേക്ക് പോകുന്നൊരു സംവിധാനം, മഴ ഒരു 1-2 മാസങ്ങളിലെങ്കിൽ വരൾച്ചയിലേക്ക് പോകുന്നൊരു സംവിധാനത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചത്. അതിനുവേണ്ടിയിട്ടാണ് ഉപ്പുതറ പഞ്ചായത്തിലെ ഗ്രാമവാസികളെ അണിനിരത്തിക്കൊണ്ട് ഒരു കാര്യകാരണ സഹിതമായിട്ടുള്ളൊരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു. പലവിധ മാർഗങ്ങൾ അവലംബിക്കുക, ആ അവലംബിക്കുന്ന മാർഗത്തിൽ കൂടി ഈ ജലം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത് ഉപയോഗിച്ചുകൊണ്ട് സംഭരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉപ്പുതറ പഞ്ചായത്തിലെ വരൾച്ച ഒരു പരിധി വരെ മാറ്റി നിർത്താമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആദിവാസി ഗ്രാമമായ മേമാരി സന്ദർശനം കൊണ്ട് പാവപ്പെട്ട കർഷകരെ കണ്ടറിയുന്നതിനും കാടുകളും മരങ്ങളും വയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അവയുടെ വികസന യാഥാർത്ഥ്യം ബോധപൂർവം നിർവഹിക്കേണ്ട ഒന്നാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ജനപ്രതിനിധികളും കർഷകരും വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്നുള്ള ചർച്ചകളും സംശയ നിവാരണങ്ങളും ഗ്രാമ സഹവാസ ക്യാമ്പിന്റെ തനിമ കാത്തുസൂക്ഷിച്ചു. സസ്യ സംരക്ഷണ മനോഭാവം കുട്ടികളിൽ വളർത്തുക എന്ന ആശയത്തിന് കൂടുതൽ തിളക്കമുണ്ടാക്കി. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇവിടുത്തെ കർഷകർ കാത്തിരുന്നൊരു സഹവാസ പഠന ക്യാമ്പായിരുന്നു ഇത്. കാരണം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല അതുപോലെ തന്നെ കാർഷിക മേഖലയാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത്. ഇവിടെയുള്ള കർഷകർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും നേരിട്ട് ഒരു സഹായം എത്തിക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെമിനാറുകൾ, എക്സിബിഷനുകൾ സംഘടിപ്പിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ
ഗ്രാമീണ സഹവാസ പരിപാടി 10 ദിവസത്തെ ക്യാമ്പ് വളരെയധികം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞു. കാരണം ഉപ്പേറ ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലും കുട്ടികൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഇവിടെയുള്ള ഓരോ കർഷകരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പ്രതിവിധികൾ, പ്രധാനമായിട്ടും പച്ചക്കറി, ഏലം, കുരുമുളക് വിളകൾക്ക് ഉണ്ടാകുന്ന രോഗകീടബാധകളെക്കുറിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കർഷകരിൽ നിന്നുള്ള അറിവ് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മികച്ച അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ഈ സഹവാസ പരിപാടിയോടുകൂടി കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മതിലുകൾക്കു പകരം ജൈവവേലികൾ ഉപ്പുതറയിൽ ധാരാളം വളർത്തുന്നു. ഇത് സസ്യസംരക്ഷണത്തിനും വിളവർധനയ്ക്കും കാരണമാകുന്നു. ഗ്രാമ സഹവാസ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കാർഷിക പ്രദർശനം കുട്ടികൾ നേരിട്ട് നടത്തുകയുണ്ടായി. ഇതിൽ കാർഷിക വിളകളും വിത്തുകളും തൈകളും കർഷകർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളും വിൽപ്പനയ്ക്കായി നിരത്തിയിരുന്നു. ധാരാളം പേർ പ്രദർശനം കാണാൻ എത്തിയിരുന്നു. ഇവിടെയുള്ള കർഷകരെ കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെയുള്ള ജനപ്രതിനിധികൾ അവരെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്, കാർഷിക മേഖലയിൽ അവർക്ക് എന്തുമാത്രം ഉന്നമനം ഉണ്ടായിട്ടുണ്ട്, ഇനി എന്തൊക്കെ വികസനങ്ങൾ ഇവിടെ വരാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായി നമ്മൾ ഈ 10 ദിവസം ഓരോ കുട്ടികളും ഇവിടെ ഓരോ കുട്ടികളും അവരോടൊപ്പം സമയം ചെലവഴിച്ചു. അതിൻ്റെ ഭാഗമായി നമുക്ക് പഞ്ചായത്തിന് ഒരു വികസന രേഖ സമർപ്പിക്കുവാനും കഴിഞ്ഞു. എല്ലാ ദിവസവും പകലുള്ള പരിപാടികളുടെ വിലയിരുത്തൽ യോഗം നടക്കുകയുണ്ടായി. നാട്ടിലെ കാർഷിക വൃത്തികളിലും കർഷകന്റെ തൊഴിലിടങ്ങളും സന്ദർശിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നത് പതിവായിരുന്നു. ഇതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഒരു വികസന രേഖ തയ്യാറാക്കുന്നതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ആദ്യം തന്നെ ഞങ്ങളൊരു PRA എന്ന് പറഞ്ഞൊരു സംഭവം നടത്തി. പഞ്ചായത്ത് ലെവൽ PRA, വാർഡ് ലെവൽ PRA, അതുപോലെ തന്നെ കർഷകരുമായിട്ട് ഒരുപാട് ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതായത് അഗ്രോ ക്ലിനിക്കൽ, കാർഷിക ക്ലിനിക്കുകൾ വഴി കർഷകരുമായി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് തോന്നിയതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇവിടുത്തെ ഗോത്രവർഗ സമൂഹക്കാർ താമസിക്കുന്ന മേമാരി എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനിയിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു വിസിറ്റാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരു ഗ്രാമത്തിൻ്റെ തനിമ മുഴുവൻ വരച്ചു കാണിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മേമാരി. എല്ലാ ക്യാമ്പുകളും അവസാനിക്കുന്നത് സ്നേഹം നിറഞ്ഞ ഒരു കൂട്ടായ്മയുടെ അടയാളമായ ക്യാമ്പ് ഫയറോടെയാണ്. ഇവിടെ ക്യാമ്പ് ഫയറിന്റെ ആഘോഷം വിപുലമായി തന്നെ നടത്തുകയുണ്ടായി. ഡാൻസും പാട്ടുമായി ക്യാമ്പ് ഫയർ അവസാനിക്കുമ്പോൾ ഉപ്പുതറ ഗ്രാമത്തിന്റെ നന്മയും ഗുണവും വരദാനമായി ലഭിച്ച കാർഷിക കോളേജിലെ കുട്ടികളുടെ മനസ്സ് പുതിയ ഒരു കാർഷിക സംസ്കാരത്തിന് മാറ്റം വരുത്തുകയായിരുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രാക്ടറിന്റെ അറ്റകുറ്റപ്പണികളിൽ പരിശീലനം. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഫാമിൽ പന്നിക്കുഞ്ഞുങ്ങൾ വിതരണത്തിന്. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂരിലെ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ട്രാക്ടറിന്റെ അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് 2 മാസത്തെ പരിശീലനം നൽകുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന മോഡൽ അഗ്രോ സർവീസ് സെന്ററുകളിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് 6000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2 370726 എന്ന നമ്പറിൽ വിളിക്കുക. തിരുവനന്തപുരം വെള്ളനാട് പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജൂൺ 15-ന് കുരുമുളകിന്റെ നടീൽ രീതികളും പരിപാലന മുറകളും എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. പ്രവേശന ഫീസ് 50 രൂപയാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9400 288040. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെയും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെയും സംയുക്ത സംരംഭമായി കൂത്താട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന ഫാമിൽ നിന്നും പന്നിക്കുഞ്ഞുങ്ങളെ ലഭ്യമാണ്. ഇറച്ചിക്കും പ്രജനനത്തിനും ഉപയോഗിക്കാവുന്ന വിദേശ ജനസിൽപ്പെട്ടതും സങ്കര ഇനത്തിൽപ്പെട്ടതുമായ പന്നിക്കുഞ്ഞുങ്ങളാണ് ഫാമിലുള്ളത്. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണനാ ക്രമത്തിൽ 2 മാസം മുതൽ പ്രായമുള്ള പന്നിക്കുഞ്ഞുങ്ങളെ ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 0485 2257 എന്ന നമ്പറിൽ വിളിക്കുക. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ കൊല്ലം ജില്ലയിലെ കാവനാട്ട് പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാണ്. നെൽകൃഷിക്കും കരകൃഷിക്കും ആവശ്യമായ വിവിധതരം ഉഴവ് യന്ത്രങ്ങൾ, പുല്ലുവെട്ടി യന്ത്രങ്ങൾ, കൊയ്ത്ത് യന്ത്രം എന്നിവ ഓപ്പറേറ്റർ സഹിതം ലഭിക്കുന്നു. കർഷകർ 0474 2 795434 എന്ന നമ്പറിൽ വിളിക്കുക. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിൽ പ്രവർത്തിക്കുന്ന അഗ്രി ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. പേര, സപ്പോട്ട, പ്ലാവ്, മാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും നെല്ലി, ഗ്രാമ്പൂ തൈകളും ഓർക്കിഡുകൾ, ആന്തൂറിയം എന്നീ അലങ്കാര ചെടികളും ലഭ്യമാണ്. കൂടാതെ ഏത്തവാഴയുടെ നടീൽ വസ്തുക്കളും റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ തൈകളും ഫാമിൽ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് 0472 2 846488 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ വിവിധ ഇനം പൈനാപ്പിളിന്റെ നടീൽ വസ്തുക്കൾ ലഭ്യമാണ്. പോളി ബാഗിൽ തയ്യാറാക്കിയ തൈകളും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 0487 2 373242 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള കാർഷിക വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ് വാട്ടരോഗം. ചെടികൾ പെട്ടെന്ന് വാടുകയും കടചീഞ്ഞു തുടങ്ങുന്നതുമാണ് രോഗലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിന് ആദ്യം രോഗം ബാധിച്ച ചെടികൾ പിഴുതുമാറ്റുക. അതിനുശേഷം സെന്റ് 1-ന് 2.5 കിലോഗ്രാം കുമ്മായം ഇടണം. ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോഗ്രാം മണലുമായി ചേർത്ത് ഇഞ്ചിയുടെ തടങ്ങളിൽ ഇട്ടുകൊടുക്കണം. റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളകളിൽ കൃഷി ചെയ്യുന്നതിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബറിനോടൊപ്പം കൃഷി ചെയ്യാവുന്ന ഇടവിളകൾ, അവയുടെ നടീൽ രീതികൾ, പരിപാലനം എന്നിവയിൽ ഈ മാസം 14-ാം തീയതി കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നൽകുന്നു. പരിശീലന ഫീസ് 500 രൂപയാണ്. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 2353 127. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,800 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂരിൽ 12,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,610 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശൂരിൽ 8,560 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,600 രൂപ, ഗാർബിൾഡ് 52,600 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ.
മഞ്ഞൾ സേലത്ത് 8,400 രൂപ, ഈറോഡിൽ 8,700 രൂപ. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11,700 രൂപ, 4ാം ഗ്രേഡ് 11,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11,700 രൂപ, 4ാം ഗ്രേഡ് 12,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,610 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 50,600 രൂപ, ഗാർബിൾഡ് 52,600 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 150-നും 170-നും മധ്യേ. തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 550-നും മധ്യേ. ഗ്രാമ്പു 670 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, 4ാം ഗ്രേഡ് 11,900 രൂപ. ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ ടാപ്പിംഗ് മേഖലയെ ബാധിച്ച മാന്ദ്യം തുടരുന്നു. നിരക്ക് ഉയർത്തി ലാറ്റക്സും റബ്ബർ ഷീറ്റും സംഭരിക്കാൻ ടയർ നിർമ്മാതാക്കൾ തയ്യാറാവാത്തത് കർഷകരെ തോട്ടങ്ങളിൽ നിന്നും അകറ്റി. കാർഷിക മേഖലയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താൽ മാസാന്ത്യം ഷീറ്റ് ക്ഷാമം രൂക്ഷമാകും. 4ാം ഗ്രേഡ് കിലോ 120 രൂപ രേഖപ്പെടുത്തി. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ശരാശരി ഇനങ്ങൾക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്താനായില്ല. ഇന്ന് കിലോഗ്രാമിന് 959 രൂപയാണ് ശരാശരി ഇനം ഏലത്തിന് ലഭിച്ച വില. അതേസമയം വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 1,197 രൂപയിൽ കൈമാറി. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും ഉൽപ്പന്നം ശേഖരിച്ചു. അന്തരീക്ഷ താപനിലയിലുണ്ടായ മാറ്റം കുരുമുളകിൽ ജലാംശ തോത് ഉയർത്തുന്നത് വിലക്കയറ്റത്തിന് തടസ്സമായി. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് ശേഖരിക്കുന്നുണ്ട്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ മുഖ്യ വിപണിയിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ സ്റ്റഡിയായി നീങ്ങുന്നു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 27.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 27.3, 24.9. കൊച്ചി 28.6, 23.9. ആലപ്പുഴ 32.2, 24.8. പുനലൂർ 29.6, 23.5. തിരുവനന്തപുരം കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.